ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി യൂട്യൂബിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന മാഞ്ഞാലി ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ മാഞ്ഞാലി എന്ന പ്രദേശത്തെ ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മളിതിൽ റൈസ് വേറെയായിട്ടും മസാല വേറെയായിട്ടുമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. സാധാരണ ബിരിയാണി പോലെ ഒരു ടെൻഷനും ഇല്ലാതെ ഇത് തയ്യാറാക്കിയെടുക്കാം. ഇത് നമ്മൾ ദമ്മിടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ദമ്മിടുന്ന സമയത്ത് ബിഗിനേഴ്സിനൊക്കെ അത് അടിയിൽ പിടിക്കുന്ന ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഇതിനാവശ്യമായിട്ടുള്ള ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 1.25 കിലോനോളം തൂക്കം വരുന്ന ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അളവാണ് ഞാനിവിടെ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലും കുറച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മസാലപ്പൊടിയിലൊക്കെ മാറ്റം വരുത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കന് ആദ്യം തന്നെ ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ച ശേഷം 1 മണിക്കൂർ മാറ്റി വെക്കണം. അപ്പോഴാണ് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടുള്ളൂ, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇത്രയൊന്നും ചേർത്ത് കൊടുക്കേണ്ട, ഇതിൻ്റെ പകുതിയോളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങനീരും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇവിടെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ ചേർത്തിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു മസാല മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു മസാലയൊക്കെ ഇതിൽ പിടിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇവിടെ ചിക്കൻ നല്ലപോലെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ മാറ്റി വെക്കണം. അപ്പോൾ മിനിമം നിങ്ങൾ 1 മണിക്കൂർ എന്തായാലും ഇത് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ബിരിയാണി തയ്യാറാക്കുന്നത് അതിൻ്റെ 1 മണിക്കൂർ മുമ്പ് തന്നെ ഈ ഒരു ചിക്കൻ ഇതുപോലെ മസാല പുരട്ടി വെക്കണം. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു സമയത്ത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബിരിയാണി മസാലപ്പൊടി ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ ജാതിപത്രി 2 പീസ്, അതുപോലെ തക്കോലം 1 പീസ്, പിന്നെ ഒരു വലിയ പട്ട ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഒരു 7-8 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജാതിക്കയുടെ ഒരു ചെറിയ കഷ്ണം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതൊക്കെ ചേർത്ത് ചൂടാക്കി പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ ഇതുപോലെ ചൂടാക്കിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 7-8 ഏലക്കായും ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഏലക്കായും കുരുമുളകും പൊടി ഉള്ളത് കൊണ്ട് അത് ഞാൻ പൊടിച്ചെടുക്കുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അതിന് വേണ്ടിയിട്ട് പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കന് നല്ലപോലെ വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിത് മസാലയിൽ ഇട്ടിട്ട് ഒരുപാട് നേരമൊന്നും വേവിച്ചെടുക്കില്ല. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നല്ലപോലെ വേവുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ ഞാൻ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബാച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വേവിച്ച് ഫ്രൈ ചെയ്ത് കോരി മാറ്റുന്നുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കണം. ഇനി ഇവിടെ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സ്പൈസസ് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് മിക്സിയുടെ ചെറിയൊരു ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഈ ഒരു ജാറിൽ തന്നെ ഞാൻ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. 1 പച്ചമുളകും 1 തുടം വെളുത്തുള്ളിയും ഈ ഒരു വലുപ്പത്തിലുള്ള 1 കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അരഞ്ഞു പോകരുത്, ഈ രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് മുളക് പൊടി അത്യാവശ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 പച്ചമുളക് ചതച്ചെടുക്കാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 പച്ചമുളക് ഇതുപോലെ നെടുകെ കീറിയതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 4 വലിയ സൈസ് സവോള ഇതുപോലെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനിലേക്കുള്ള ഉപ്പ് ചിക്കൻ ഫ്രൈ ചെയ്ത സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മസാലയിലേക്കുള്ള ഉപ്പ് മുഴുവനായിട്ടും ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു സവാള നല്ല രീതിയിലൊന്ന് വഴറ്റി സോഫ്റ്റ് ആക്കി എടുക്കണം. ഇവിടെ സവോളയൊക്കെ നന്നായിട്ട് വഴറ്റി സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 5 ചെറിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു തക്കാളിയുടെ കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുമ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് തക്കാളിയൊക്കെ ഉടഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി പൊടിച്ചിട്ടുള്ള ഈ ഒരു മസാലയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 3 ടേബിൾ സ്പൂണൊക്കെ ഉണ്ട് കേട്ടോ പൊടിച്ച് വരുമ്പോൾ. അപ്പോൾ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കരുത്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഈ ഒരു മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിക്കണം. അപ്പോൾ കുറച്ച് സമയം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് യോജിച്ച് വരണം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഈ ഒരു ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ഒരു മസാലയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു 5 മിനിറ്റ് നേരം നിങ്ങൾക്കിത് അടിയിൽ പിടിക്കുന്ന ഫീലിംഗ് ഉണ്ടെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം കൂടി പോകരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് റൈസിനുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 കപ്പ് റൈസാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ 4 കപ്പ് ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. ജീരകശാല റൈസോ കൈമ റൈസോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ 4 കപ്പ് റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഊറ്റി വെക്കാം കേട്ടോ. ഇനി ഞാനിവിടെ ബിരിയാണി തയ്യാറാക്കുന്ന പോട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് റൈസിലേക്കുള്ള അളവാണ് പറയുന്നത്. 1 കിലോ റൈസാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു വലിയ സവോള ഇതുപോലെ സ്ലൈസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ്. അതും ഇതുപോലെ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. ശേഷം ഞാൻ ഈ ഒരു ഓയിലേക്ക് 4-5 ചെറിയ കഷ്ണം പട്ടയും ഒരു 5-6 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുത്തിരുന്നു. 2-3 ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 7 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് അരിക്ക് 7 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു വെള്ളമൊക്കെ വറ്റുമ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തന്നെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ ആദ്യത്തെ തിളക്കുന്ന അത്രയും സമയം ഹൈ ഫ്ലെയിമിൽ വെക്കുക. തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 മിനിറ്റ് കൂടെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നീട് നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 15 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഇതിനിത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം വെക്കാൻ. അപ്പോൾ ഞാനിതിവിടെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ കിടക്കുമ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. പിന്നെ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ബിരിയാണി പോട്ട് അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കുന്നുണ്ടോ നോക്കിയിട്ട് പിടിക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. വേവിനനുസരിച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതിവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സവോളയും കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 ഏലക്ക മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് പൊടി കൂടെ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ 1/4 കപ്പ് പാലിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊരു മഞ്ഞ കളർ ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുമ്പോൾ ഈ ഒരു ഫ്രൈ ചെയ്തതിൻ്റെയൊക്കെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടെ ഇട്ട് വെച്ച ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വാങ്ങി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു മാഞ്ഞാലി ബിരിയാണി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു ബിരിയാണി മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇത് തയ്യാറാക്കി വെക്കണം. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആകുമ്പോഴത്തേന് ഈ ഒരു മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് തന്നെ പിടിക്കും. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാഞ്ഞാലി ബിരിയാണി ഇതുപോലെയാണ് കേട്ടോ സെർവ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് കുറച്ച് മസാല കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടോടുകൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഈസി ആയിട്ടുള്ള ട്രെൻഡിങ് ബിരിയാണി നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്